ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി പൂരി മസാലയാണ്. ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണല്ലേ. അപ്പോൾ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക്. ആദ്യം കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാനോ കടായിയോ എടുത്തത് ചൂടാക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഏത് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കടുകൊക്കെ പൊട്ടി ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് കനമില്ലാതെ നീളത്തിൽ മുറിക്കണം കേട്ടോ. ഇനി ഉള്ളി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വതക്കിയെടുക്കണം. അതിലാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് നമ്മൾ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആകണ വരെ വതക്കില്ല കേട്ടോ. ഉള്ളി ഒന്ന് വാടി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഉള്ളി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് ചെക്ക് ചെയ്യാം ഉള്ളി വെന്തോ ഇല്ലേ, വെള്ളം വേണോ ഇല്ലേ. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഉള്ളി ഒന്ന് വെന്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതിനെ ചേർത്ത് കൊടുക്കുക. ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങും മുമ്പേ നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനെ മാഷ് ചെയ്ത് വെക്കണം. ഞാൻ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. അവസാനം ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അതിനെ അടച്ച് വെക്കുക തന്നെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായി. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കണം. പൂരി ഉണ്ടാക്കാൻ ഇപ്പം എന്താ പഠിപ്പിക്കാനുള്ളത് എന്നുള്ളതായിരിക്കും. പക്ഷേ ഇതിൽ റവ ചേർത്തിട്ടുണ്ട് ഞാൻ കേട്ടുള്ളൂ. ആ ടെക്നിക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ട് ഇത് കാണിച്ചു തരാൻ വിചാരിച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിലർ ഇതിൽ 2-3 സ്പൂൺ മൈദ ചേർത്താറുണ്ട്. ഞാൻ ചേർത്തിട്ടില്ല. അത് ആറിയ റബ്ബർ പോലെ ആകും. അതുകൊണ്ട് ഇനി ഈ മാവിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ അതിനെ ഒന്ന് കുഴച്ചെടുക്കണം ടൈറ്റായിട്ട്. നമ്മൾ ചപ്പാത്തി കുഴക്കണേക്കാട്ടിലും കുറച്ചുകൂടെ ടൈറ്റായിരിക്കണം പൂരിക്ക് കുഴയ്ക്കുമ്പോൾ. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിക്കും കിട്ടിക്കോളും. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ പിന്നെ അത് ഭയങ്കര ലൂസായി പോകും. റവ ചേർത്തുമ്പോൾ നമ്മുടെ പൂരി അങ്ങനെ പൊങ്ങി വരില്ല. പൊങ്ങിയത് കുറേ നേരം അങ്ങനെ പൊങ്ങിയിരിക്കും. ആറിയാലും അതങ്ങനെ പൊങ്ങിയിരിക്കും കുറേ നേരം. ഇനി ഈ മാവിലേക്ക് 2-3 ടീസ്പൂൺ എണ്ണ ചേർത്തി അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അവസാനം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തുളിച്ച് കൊടുത്തിട്ട് ആ മുകളിലൊക്കെ ഒന്ന് പുരട്ടിയെടുക്കുക. നമ്മുടെ മാവ് ഇതുപോലെ ഇരിക്കണം. തൊടുമ്പോൾ ഇങ്ങനെ കുഴി വരണം. എന്നാൽ ചപ്പാത്തിയുടെ അത്ര ഒരുപാട് ലൂസാകാനും പാടില്ല കേട്ടോളൂ. പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണം. അതിന് കുറേ റെസ്റ്റ് ചെയ്യാനൊന്നും എടുത്ത് വെക്കാൻ പാടില്ല. അതുപോലെ മാവ് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കണമെന്ന് മാത്രം. ഇനി ഒരേ സൈസിലുള്ള ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇത്
ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ അതിൽ 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അതിനെ പുരട്ടിയിടും. അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഇനി ഒരു താലെടുത്ത് അതിലൊരു സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിൽ മുക്കിയിട്ട് നമ്മൾ ഓരോ പൂരിയും പരത്തിയെടുക്കുക. പൂരി തീരെ കനം കുറവായിട്ടും പരത്തണ്ട, ഒരുപാട് കട്ടിക്കും പരത്തണ്ട. തീരെ കനം കുറഞ്ഞാൽ അത് പപ്പടം പോലെ ആവുകയും ചെയ്യും. വറുത്തെടുക്കുമ്പോൾ നല്ലോണം കട്ടിയായാൽ പിന്നെ അത് ആറുമ്പോൾ നന്നായിരിക്കില്ല, ചൂടോടെ കഴിക്കാൻ ഓക്കെ. ഇതുപോലെ ആ മാവ് മുഴുവനും പരത്തിയെടുക്കണം. എല്ലാ പൂരിയും പരത്തി കഴിഞ്ഞ ശേഷം പിന്നെ അവസാനം അതിനെ വറുത്തെടുക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു ചീൻചട്ടിയോ പാനോ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ പൂരി അതിലിട്ടിട്ട് വറുത്തെടുക്കുക തന്നെ. പൂരി വറുത്ത് കോരിയിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാസറോൾ നേരത്തെ റെഡിയാക്കി വെക്കണം. പാത്രമോ കാസറോളോ അതിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് വെക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം പൂരി അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് വീർത്ത് വരും. പിന്നെ അതിനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെ. നമ്മൾ പൂരി ഇട്ട ശേഷം അതിൻ്റെ മുകൾ വശം ഒന്ന് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം. അതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമുക്കി കൊടുക്കണം ചെറുതായിട്ട്, അധികം ബലം കൊടുക്കാതെ. അപ്പം അത് വീർത്ത് വരും. 2 സൈഡും ഫ്രൈ ആയ ശേഷം അതിനെ ഒന്ന് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു. ബൈ ബൈ.